അർജുൻ കാര്യമാക്കി എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിലും തുടക്കത്തിൽ പറഞ്ഞു കൃത്യമായിട്ട് സണ്ണി ജോസഫിനെതിരെ കൊടിക്കുന്നിൽ സുരേഷിന്റെ ആ പരാമർശം ഉണ്ടായെന്ന്. അത് അവിടെ തീർന്നോ? ശ്രുതി, തീർച്ചയായിട്ടും ചോദ്യം അങ്ങനെ തന്നെയായിരുന്നു. ആ ചോദ്യത്തിനാണ് കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അത്തരമൊരു ഉത്തരം നൽകിയത്. ചോദ്യം ഇങ്ങനെയായിരുന്നു: ഇങ്ങനെ ഒരു പരാമർശം കണ്ണൂരിനെയും അതുപോലെ തന്നെ സണ്ണി ജോസഫിനെയും കെ സുധാകരനെയും ഒക്കെ അപമാനിക്കുന്ന തരത്തിലായി പോയില്ലേ എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിനാണ് ഇത്തരം ഒരു മറുപടി. ആ യോഗത്തിലുണ്ടായിരുന്ന തനിക്ക് അവിടെ നടത്തിയിട്ടുള്ള പരാമർശം അറിയാവുന്നതാണ്, അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് എന്നുള്ളതാണ് DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇത്തരമൊരു പരാമർശം, അതായത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പേരാവൂരിലെ പ്രസിഡന്റ് മാത്രമായി മാറുന്നു, അതിന് മുൻപുണ്ടായിരുന്ന പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂരിലെ KPCC പ്രസിഡന്റായിരുന്നു എന്നുള്ളതായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് ഈ KPCC യോഗത്തിൽ ഒരു പരിഹാസ രൂപേണ ഉന്നയിച്ചത്. അതിലാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം. നേരത്തെ സണ്ണി ജോസഫിനോടൊക്കെ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം തേടിയപ്പോൾ അത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണങ്ങൾക്ക് അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇങ്ങനെ ഒരു പ്രതികരണം നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ച ആ KPCCയുടെ യോഗത്തിൽ നടന്നിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ KPCC അധ്യക്ഷൻ മറുപടി പറഞ്ഞിരുന്നില്ല. ആ യോഗത്തിൽ പങ്കെടുത്ത മറ്റ് പല നേതാക്കളും അത്തരത്തിൽ ഈ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് അങ്ങനെ ഒരു പരാമർശം ആ യോഗത്തിനകത്തുണ്ടായി എന്നുള്ള കാര്യം കണ്ണൂർ DCC പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയുന്നത്. എന്തായാലും അത് വലിയ കാര്യമാക്കേണ്ട, വലിയ ഇഷ്യൂ ആക്കി മാറ്റേണ്ട എന്ന രീതിയിലാണ് പറഞ്ഞത്. അത് KPCC യോഗത്തിനകത്ത് അല്ലെങ്കിൽ ആ ഹാളിനകത്ത് മാത്രം അവസാനിച്ചതാണ്. അതിന് പുറത്തേക്ക് ആ വിഷയമാക്കി മാറ്റേണ്ട എന്നുള്ള ഒരു ഉപദേശം കൂടി മാധ്യമപ്രവർത്തകരോട് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നൽകുന്നുണ്ട്.